നോക്കൂ, ഡൽഹിയിലെ കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഇന്നലെയും ഇന്നുമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ദുരവസ്ഥയാണ്. കേരളം കടന്നു പോകുന്നത് അതിഭീകരമായൊരു സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ സ്ഥിതി എന്താ? ഏതാണ്ട് 60 ലക്ഷത്തിലേറെ പേർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെങ്കിലും നിർവഹിക്കാൻ കഴിയും വിധം നമ്മൾ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അല്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കാനും കഴിയുന്നില്ല, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും കഴിയുന്നില്ല. എത്ര പേരുടെ ജീവിതത്തെയാണ് അത് ഡയറക്റ്റായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ കാരുണ്യ പദ്ധതിയുടെ ഒരു സ്ഥിതിയാണ്. കാരുണ്യ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മൾ ചികിത്സാ സഹായം എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കാരുണ്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നം ചെറിയൊരു കാര്യമല്ല. ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ നെല്ല് സംഭരിക്കപ്പെട്ടിട്ടും അവരുടെ പൈസ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയും എടുത്തു നോക്കൂ. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ DA കുടിശ്ശിക കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. കരാർ ജോലിക്കാർക്ക് അവർക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഓരോ മനുഷ്യരും അതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇപ്പോൾ സപ്ലൈകോയിൽ പോയാലും അവശ്യ സാധനങ്ങളുടെ ലഭ്യതയെല്ലാം ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഓരോരോ വിഷയങ്ങളും നമ്മളുടെയൊക്കെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? നമുക്ക് സാമ്പത്തികമായ ഒരു ഭദ്രതയില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദേശീയപാത വികസനമാണ്. ദേശീയപാതയുടെ വികസനം ഒരു വഴിയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രാദേശിക റോഡുകളുടെ അവസ്ഥ എന്താണ്? അതൊന്നും പുതുക്കിപ്പണിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ മഴക്കാലം കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ മേഖലയിലും കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഉറ്റുനോക്കാനായിട്ട് ആകപ്പാടെയുള്ള എന്താണ്? കേന്ദ്ര സർക്കാർ മാത്രമാണ്. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചേ കഴിയുള്ളൂ. നമ്മൾ ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ മുമ്പിൽ ഇപ്പോഴും അന്തം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്നലെ ഇപ്പോൾ ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അത്താഴ വിരുന്ന്, അദ്ദേഹം അത് എവിടെയാണ് നടത്തിയത്? അത് വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ ഗവർണറായി ചുമതലയേറ്റതിന് ശേഷം നേരെ രാജ്ഭവനിൽ എല്ലാ MP മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു അത്താഴ വിരുന്ന് നടത്തുകയല്ല ആർലേക്കർ ചെയ്തത്. അദ്ദേഹം ഡൽഹിയിലെത്തി കേരള ഹൗസിലിരുന്ന് എല്ലാ MP മാരെയും വിളിച്ചു വരുത്തി അവിടെ ഇരുന്നിട്ടാണ് ചർച്ചകൾ നടത്തുന്നത്. ഒരു അത്താഴ വിരുന്നിൻ്റെ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് മുഖ്യമന്ത്രിയും വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല, ടീം കേരള എന്നൊരു സ്പിരിറ്റിനോടൊപ്പം താനും നിൽക്കും എന്നുള്ളൊരു സന്ദേശമാണല്ലോ ആർലേക്കർ നൽകുന്നത്. നിശ്ചയമായും അതെല്ലാം ചില പോസിറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത്. ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അനുഭവത്തിലോ ഓർമ്മയിലോ ഇത്തരത്തിലൊരു ജസ്റ്റർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ EK നായനാർ മരിച്ച സമയത്ത് അവിടെ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടി ഒരിക്കൽ കേരള ഹൗസിൽ വന്നിരുന്നു. ആ ദിവസം അവിടെ വന്നിട്ട് ഒരു അനുശോചനം അർപ്പിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാർ, വളരെ പവർഫുൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വന്ന് കാണുന്നൊരു പരിപാടിയൊന്നും എൻ്റെ ഒരു അനുഭവ കാലത്ത് ഡൽഹിയിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ധനമന്ത്രി വരുന്നു, 50 മിനിറ്റോളം നീണ്ടുവന്നു ആ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. അതും ഒരു പ്രാതലിൻ്റെ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അവിടെ ഈ പറയുന്ന GST കോമ്പൻസേഷൻ്റെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്, എയിംസിൻ്റെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്, വയനാട് വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്, വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ധനമന്ത്രിയോട് പറയുന്നു എന്ന് പറയുന്ന സാഹചര്യത്തെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിലിപ്പോൾ ഒരു നെഗറ്റീവായ വാർത്തയുള്ളത് എന്ന് പറയുന്നത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ട ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ മീറ്റിങ്ങിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് മാറ്റിവെച്ചാൽ ഈ പറയുന്ന ഇന്നലെ രാത്രിയിൽ നടന്ന അത്താഴ വിരുന്നും ഇന്ന് രാവിലെ നടന്ന പ്രാതൽ മീറ്റിങ്ങും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളം അതിഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ അവിടെ നിൽക്കട്ടെ എന്നേ. രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുമല്ലോ. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും കേരളത്തിൽ ആര് ഭരിച്ചാലും രണ്ട് രാഷ്ട്രീയ കക്ഷികളായിരിക്കാം ഒരുപക്ഷെ ഭരിക്കുന്നത്. അവരൊക്കെ തമ്മിൽ ആശയപരമായ ഏറ്റുമുട്ടൽ ഉണ്ടാകാം. പക്ഷേ അടിസ്ഥാനപരമായി കേന്ദ്ര സർക്കാരും കേരളത്തിലെ സർക്കാരും ആകെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാരുകളാണ്. അവരെയാണല്ലോ ഉറ്റുനോക്കുന്നത് ജനങ്ങൾ. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിരുന്നാലും എനിക്ക് ക്ഷേമ പെൻഷൻ കിട്ടണം, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നാലും ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ എനിക്ക് നല്ല സേവനം ലഭിക്കണം, എനിക്ക് ചികിത്സാ സഹായം ലഭിക്കണം, അല്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ല് സംഭരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പൈസ കിട്ടണം. അതൊക്കെ രാഷ്ട്രീയ ഭിന്നതകൾക്കൊക്കെ അപ്പുറത്തുള്ള മാനുഷിക പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളിനകത്ത് ഈ ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുകയും സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്താൽ അത് നിശ്ചയമായും ഒരു നല്ല കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു നല്ല മഞ്ഞുരുക്കമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ചില പോസിറ്റീവായ കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയുടെ ചിലവാക്കൽ കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധിയിലൊക്കെ വളരെ പെട്ടെന്ന് ഇളവുകൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ജസ്റ്റേഴ്സൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരും. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാനിതിനെ വലിയ പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങളായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇക്കാര്യത്തിലൊരു സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. ആ സൂക്ഷ്മമായ രാഷ്ട്രീയത്തെ കൂടെ പറഞ്ഞുകൊണ്ടേ ഈ അഭിപ്രായം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തിൽ അതിശക്തമായൊരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ആ ഏറ്റുമുട്ടൽ ആരൊക്കെ തമ്മിലാണ്?
കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലാണ് ഏറ്റവും ശക്തമായി ഏറ്റുമുട്ടൽ. ഒരു ബൈനറി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ ബൈനറി എന്ന് പറയുന്നത്? കേന്ദ്രം വേഴ്സസ് കേരളം എന്നുള്ളതാണ്. എന്താ പ്രശ്നം? കഴിഞ്ഞ ഏതാനും മാസക്കാലങ്ങളായിട്ട് അതിശക്തമായിട്ട് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ നടത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു സാമ്പത്തികമായി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നൊരു സംസ്ഥാനമാണ് നമ്മളുടേത് എന്ന് മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എൻറ്റയർ ക്യാബിനറ്റ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല, ഞങ്ങളെ വലിയ രീതിയിൽ കേന്ദ്രം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം വേഴ്സസ് കേരളം എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ അങ്ങനെ ഒരു ബൈനറി ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരാണ്. CPM ആണ്. എന്താ സംശയം അക്കാര്യത്തിൽ? കാരണം വെച്ചാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, നോക്കൂ, ഞങ്ങൾ കേന്ദ്രവുമായി ശക്തമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായി മാത്രമല്ല, അത് രാഷ്ട്രീയമായി കൂടിയാണ്. ആ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലും സാമ്പത്തികമായ ഏറ്റുമുട്ടലുമായി സംബന്ധിച്ച് വലിയൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ട്, കേരള സർക്കാർ വിജയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം പോലും നിശബ്ദമായി പോയില്ലേ? നിങ്ങളെല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ കേരളത്തിൽ എന്തിനാ ഇങ്ങനെ ഒരു സർക്കാർ എന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന്, കേന്ദ്രവുമായി ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്യുന്നു. രണ്ട്, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ എന്താ കേരളത്തിൽ ചെയ്തത്? ഇത്തരത്തിൽ ഒരു ബൈനറി ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ആളായി ഒരു റോൾ വഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നേ? നമ്മൾ കണ്ടത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലേക്ക് ഇറങ്ങി SFIക്കാരെ വെല്ലുവിളിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് അദ്ദേഹം ഒരു വലിയ സീൻ സൃഷ്ടിച്ചിട്ട് അമിത്ഷായെ വിളിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വിളിക്കുന്നു. പിന്നെ മറ്റൊരിടത്ത് ഏതാണ് കോഴിക്കോട്ടങ്ങാടിയിൽ എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. ഈ രീതിയിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുണ്ടല്ലോ, പരസ്യമായ പ്രകടനങ്ങൾ, അതൊക്കെ യഥാർത്ഥത്തിൽ CPMൻ്റെയും സർക്കാരിൻ്റെയും ഈ നറേറ്റീവിനെ വളരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കൂടുതൽ ജനകീയമാക്കുകയാണ് ചെയ്തത്. ദേ നോക്കൂ, കേരളവും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർ രാഷ്ട്രീയമായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പറഞ്ഞ ഒരു ആശയത്തിന് അതിശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താൻ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് CPM ആണ്. അപ്പോൾ അതിനകത്തൊരു ദോഷമുണ്ടല്ലോ. ആ ദോഷം ആർക്കാവുള്ളത്? BJPക്ക് വലിയ ദോഷമാണെന്നേ അത്. എന്താ സംശയം? BJP കേരളം ഒരു വലിയ ടാർഗറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ? ഘട്ടം ഘട്ടമായി BJP അതിൻ്റെ വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരുന്നു. ഘട്ടം ഘട്ടമായി അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ അത് ഭാവന ചെയ്തെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു എന്താ പറയുക, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നറേറ്റീവ് ശക്തിപ്പെടുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ദോഷം BJPക്ക് കൂടി ഉണ്ടെന്നേ. അത് മനസ്സിലാക്കുന്ന RSS, ഞാൻ RSSനെയാണ് ഈ കാര്യത്തിൽ RSSൻ്റെ ഒരു അടവ് മാറ്റമായിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ രാജേന്ദ്ര ആർലേക്കർ ചെറുതായിട്ട് കാണണ്ട, കാരണം വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ആർലേക്കർ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ RSSകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ നടത്തുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ, ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു വർഷം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് മാത്രവുമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് 7-8 ബില്ലുകൾ ഇനി ഒപ്പിടാനുണ്ടല്ലോ അല്ലേ, ആ ബില്ലുകൾ കൂടി ഒപ്പിടും ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് BJPയുടെ ഒരു രാഷ്ട്രീയത്തെ മാറ്റുന്ന രീതിയിലേക്ക് RSS അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമായിട്ട് കൂടി നമ്മളിതിനെ കാണണം. ഞാൻ ഈ പറയുന്ന മീറ്റിങ്ങുകളെയൊന്നും ചെറുതായിട്ട് കാണുന്നില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഇതൊരു നല്ല ജസ്റ്ററാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ 1, 2, 3 സഹായങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതൊരു നല്ല കാര്യമാണ്. ഏറ്റുമുട്ടൽ മാറ്റിവെച്ച് നമുക്ക് സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഈ പാവപ്പെട്ട മനുഷ്യരെ, ചികിത്സ കിട്ടാത്ത മനുഷ്യരെ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത മനുഷ്യരെ, കൃഷിക്ക് തിരിച്ച് പൈസ കിട്ടാത്ത കർഷകരെയൊക്കെ നമുക്ക് സഹായിക്കാം. വയനാട്ടിലെ ദുരന്തം നമുക്കത് മാറ്റി തീർക്കാം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ, നല്ല കാര്യം. പക്ഷേ ഈ മാറ്റമുണ്ടല്ലോ, ഈ പൊളിറ്റിക്കലായൊരു മാറ്റം കൂടി ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായൊരു തന്ത്രമാണ്. ഇനിയിപ്പോൾ ഒരു ബൈനറി, അതായത് കേരള സർക്കാർ വേഴ്സസ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഒരു ബൈനറി വേണ്ട, ഒരു ഏറ്റുമുട്ടൽ വേണ്ട. ഞങ്ങളിതാ നിങ്ങളെ സഹായിക്കാൻ പോകുന്നു, അതിന് മുന്നിട്ടിറങ്ങാൻ പോകുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം കൂടി വരും. കാരണം എന്തറിയോ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്താണല്ലോ BJP, 8 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണല്ലോ. അവർക്ക് 4, 5, 6 സീറ്റുകൾ കിട്ടിയില്ല എങ്കിലുണ്ടല്ലോ, ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാവും കേരളത്തിൽ. കാരണം വെച്ചാൽ പിന്നെയും ഒരിക്കൽ കൂടി ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 10, 15 വർഷം എടുക്കാം. ഇതാണ് ഏറ്റവും മികച്ച അവസരമായിട്ട് BJP കാണുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതാണ് ഏറ്റവും മികച്ച അവസരമായിട്ട് അവർ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം ഒന്ന് മാറ്റിക്കളിക്കുന്നു, അടവ് ഒന്ന് മാറ്റിക്കളിക്കുന്നു, ചുവട് ഒന്ന് മാറ്റിവെക്കുന്നു. ഒരു തർക്കവും വേണ്ട. ഇക്കാര്യത്തിൽ അങ്ങനെ സൂക്ഷ്മമായ രാഷ്ട്രീയം കൂടി ഉണ്ട്. ആ സൂക്ഷ്മമായ രാഷ്ട്രീയത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ കേരളത്തിന് ഇത് ഗുണകരമാവുമെങ്കിൽ ഈ നീക്കങ്ങളെല്ലാം നന്നായിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.